അതായത് സ്വന്തം ദിനചര്യകൾ പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ വേദന വരുമ്പോഴാണ് നമ്മൾ സന്ധി മാറ്റി വെക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ജോർജ് മോനി, കോട്ടയം കാരിത്താസ് മാതാ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജനാണ്. നമുക്ക് ചുറ്റും വാർദ്ധക്യം ഉള്ളവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതുപോലെ തന്നെ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള തേയ്മാനവും എല്ലിന് ബലക്ഷയമുള്ള ഉള്ളത് കാരണം വരുന്ന അസുഖങ്ങളും കൂടിക്കൂടി വരുവാണ്. തേയ്മാനമുള്ള എല്ലാവർക്കും ഓപ്പറേഷൻ വേണം, മുട്ടുമാറ്റി വെക്കണം അല്ലെങ്കിൽ ഇടുപ്പ് മാറ്റി വെക്കണം? വേണ്ട എന്നുള്ളതാണ് ആൻസർ. നമ്മൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ആയിട്ടൊരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ, സന്ധിവേദനയായിട്ട് വരുമ്പോൾ, നമ്മൾ ആദ്യം പേഷ്യൻറ്റിനെ ഒന്ന് വിലയിരുത്തും. എന്തുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്? വാദസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കാരണമാണോ, അതോ പ്രായാധിക്യം കൊണ്ട് മാത്രമുള്ളതാണോ, അതോ എന്തെങ്കിലും ഫ്രാക്ചറിൻ്റെ ഭാഗമായിട്ട് വന്നതാണോ, അതോ ലിഗമെൻ്റ് ഇഞ്ചുറിയോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തും. ആവശ്യമായിട്ടുള്ള എക്സ്റേ, MRI ആവശ്യമെങ്കിൽ, പിന്നെ വേറെ ബ്ലഡ് ടെസ്റ്റുകൾ ആവശ്യമെങ്കിൽ മാത്രം ചെയ്യും. ഇത് വെച്ച് ഇതിൽ ആദ്യത്തെ സ്റ്റേജ്, വളരെ ഏർലി സ്റ്റേജിലാണെങ്കിൽ നമ്മൾ മരുന്നും അതുപോലെ തന്നെ എക്സസൈസുകളും വെയിറ്റ് റിഡക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ, ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ കൊണ്ട് ആദ്യം മാനേജ് ചെയ്യും. പിന്നീടുള്ളവർക്ക് ഇതുപോലെ തന്നെ മരുന്നിൻ്റെ എണ്ണം കൂട്ടുകയോ ഡോസ് കൂട്ടുകയോ ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചക്ഷൻ, സ്റ്റിറോയിഡ് അല്ലെങ്കിൽ PRP അല്ലെങ്കിൽ ഹൈലുറോണിക് ആസിഡ് ഇതുപോലെയുള്ള ഇഞ്ചക്ഷൻ വെച്ച് നമ്മൾ മാനേജ് ചെയ്യും. ഇതും കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജ് ഗ്രേഡ് 3 അല്ലെങ്കിൽ ഗ്രേഡ് 4 വരുമ്പോൾ, അതായത് സ്വന്തം ദിനചര്യകൾ പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ വേദന വരുമ്പോഴാണ് നമ്മൾ സന്ധി മാറ്റി വെക്കുന്നതിനെ പറ്റി ചിന്തിക്കും. അതുകൊണ്ട് തേയ്മാനമുള്ള എല്ലാവർക്കും ഓപ്പറേഷൻ വേണ്ടി വരും എന്നുള്ള ഭയം വേണ്ട. നമ്മൾ ആവശ്യത്തിന് ഇവാലുവേറ്റ് ചെയ്ത് എന്താണ് വേണ്ടത് എന്ന് തീരുമാനിച്ച് പേഷ്യൻറ്റുമായി ഡിസ്കസ് ചെയ്ത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു.